നമുക്കിവിടെ പരിഹാരം ഇവിടെ ഉണ്ട്. ഈ പ്രശ്നത്തിനൊക്കെ കേസുകളുണ്ട്. ഞങ്ങളുടെ MP എ.ഡി. തോമസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഇപ്പൊ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം വേണമെന്നല്ല ആവശ്യം. ശാശ്വത പരിഹാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ അറിവുള്ളവരുണ്ടല്ലോ, അവരെല്ലാരും കൂടെ അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കണം. കാണ കെട്ടുക, അല്ലാതെ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ ആ സംവിധാനത്തോടെ ആ വെള്ളപ്പൊക്കം ഒഴിവാക്കാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കണം. അതാ അവരാ ഈ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ കൂടി ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞങ്ങള് നിസ്സാര ആൾക്കാരായി. ഈ കാണ കെട്ടിയാൽ വെള്ളം പോവും, ഇതിലേ പോയാൽ പോവും. അതൊക്കെ അവർ ചെയ്യാൻ പറ. ഇത് ഇത് അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ നിർമ്മാണം. ഈ കാണ കൊണ്ട് ഈ നാട്ടുകാർക്ക് എന്തോ നമ്മുടെ വെള്ളവും പോകത്തില്ല, അവരുടെ വെള്ളവും പോകത്തില്ല. ഈ ഇവിടെ ബൈപ്പാസിൽ കൂടെ ഓടുന്ന വെള്ളം ആ കാണയിൽ കൂടി നമ്മുടെ വീടുകളിലോട്ടാണ് കയറുന്നത്.